നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിൽ ഏറ്റവും വിശുദ്ധമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് നിലവിളക്ക് എന്ന് പറയുന്നത്. ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഈ ഒരു നിലവിളക്കിനെ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ സദ്ഭാവനയുടെ പ്രകാശമാണ് നിലവിളക്ക്. ഒട്ടുമിക്ക എല്ലാ വീടുകളിലും രാവിലെയും സന്ധ്യാസമയത്തും നിലവിളക്ക് തെളിയിക്കാറുണ്ട്. ഈ ഒരു നിലവിളക്ക് നമുക്ക് തരുന്നത് ദൈവിക ചൈതന്യം മാത്രമല്ല, ഒരു ഊർജം കൂടിയാണ്. എന്നാൽ പലർക്കുമുള്ള ഒരു സംശയമാണ്, മത്സ്യമാംസാദികൾ കഴിച്ച ശേഷം നിലവിളക്ക് തെളിയിക്കാമോ? അത് തെറ്റാണോ? ജ്യോതിഷപരമായിട്ട് അതുകൊണ്ട് ദോഷമുണ്ടാകുമോ? വിളക്ക് തെളിയിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം? ഇന്നത്തെ വീഡിയോയിലെ ഇങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും ജ്യോതിഷപരമായിട്ടും ആത്മീയമായും വ്യക്തമായിട്ടുള്ള മറുപടി നമുക്ക് കണ്ടെത്താം. ഈ വീഡിയോ നിങ്ങൾ അവസാനിക്കുന്നത് വരെ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന ചില രഹസ്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നിലവിളക്കിൻ്റെ ആത്മീയ ശക്തിയെക്കുറിച്ചാണ്. നിലവിളക്ക് വെറുമൊരു വിളക്ക് മാത്രമല്ല, അത് അഗ്നിയുടെ പ്രതീകമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ആ ഒരു നിലവിളക്കിൽ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് സത്വഗുണത്തിൻ്റെ അടയാളം കൂടെയാണ്. പുരാണങ്ങളിൽ പറയുന്നത് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ അവിടെ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിലവിളക്കിൻ്റെ 5 തിരികൾ സൂചിപ്പിക്കുന്നത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയെയാണ്. ഈ പഞ്ചഭൂതങ്ങളുടെ സമന്വയമാണ് നിലവിളക്കിൻ്റെ പ്രകാശം. അതുകൊണ്ട് തന്നെ നിലവിളക്ക് തെളിയിക്കുന്നത് ഒരു സാധാരണ പ്രവൃത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അത് ഒരു ആത്മീയ കർമ്മമാണ്. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. മത്സ്യം കഴിക്കുന്നത് തെറ്റാണോ? ജ്യോതിഷപരമായിട്ട് നോക്കിയാൽ മത്സ്യം തമസഗുണം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഭക്ഷണത്തെ 3 വിഭാഗമായിട്ട് ജ്യോതിഷവും യോഗാശാസ്ത്രവും പറയുന്നുണ്ട്. സാത്വിക ഭക്ഷണം എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള മനസ്സിന് വേണ്ടിയിട്ടാണ്. രാജസിക ഭക്ഷണം പ്രവർത്തനത്തിനായിട്ടാണ്. താമസിക ഭക്ഷണം അജ്ഞാനവും ഭാരവും കൂട്ടുന്നതിനാണ്. മത്സ്യം, മാംസം, മദ്യപാനം എന്നിവ തമസിക വിഭാഗത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യം കഴിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഊർജം പ്രവർത്തിക്കുന്നുണ്ട്. അത് ദൈവസാന്നിധ്യവുമായിട്ട് പൂർണ്ണമായി യോജിക്കുന്നില്ല എന്നതാണ് ജ്യോതിഷപരമായിട്ടുള്ള ആശയം. ഇനി മത്സ്യം കഴിച്ചതിന് ശേഷം നിലവിളക്ക് തെളിയിക്കാമോ എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി. മത്സ്യം കഴിച്ചതിന് ശേഷം നിലവിളക്ക് തെളിയിക്കുന്നത് ശുദ്ധമായിട്ടും തെറ്റാണ്. ജ്യോതിഷപരമായിട്ട് ഇതിനുള്ള ഉത്തരം ഇങ്ങനെയാണ്. പൂർണ്ണമായും വിലക്കിയ കാര്യമല്ല, പക്ഷെ നമ്മൾ നേരിട്ട് ചെയ്യാനായിട്ട് പാടില്ല. ചില കാര്യങ്ങൾ പാലിച്ചാൽ മാത്രമേ നമുക്ക് മത്സ്യമാംസാദികൾ കഴിച്ച ശേഷം നിലവിളക്ക് തെളിയിക്കാനായിട്ട് സാധിക്കൂ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിളക്ക് തെളിയിക്കുന്നത് ശുദ്ധമായിട്ടുള്ള മനസ്സും ശരീരവും ആവശ്യപ്പെടുന്ന ഒരു കർമ്മമാണ്. മത്സ്യം കഴിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ തമസിക ഊർജം കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നേരിട്ട് നിലവിളക്ക് തെളിയിച്ചാൽ ആത്മീയമായിട്ട് ചില പ്രതികൂല ഫലങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജ്യോതിഷം ചില ദോഷഫലങ്ങൾ പറയുന്നുണ്ട്. അതായത് മത്സ്യമാംസാദികൾ കഴിച്ച് നേരിട്ട് നമ്മൾ നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ചില ദോഷഫലങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ ശാന്തി കുറയും എന്നുള്ളതാണ്. എപ്പോഴും വീട്ടിലുള്ളവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. മനസ്സിന് അസ്ഥിരത വർദ്ധിക്കും. അതായത് ഒരു സ്വസ്ഥത ലഭിക്കാത്ത സാഹചര്യമായിരിക്കും. കുടുംബത്തിൽ ചെറിയ തർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടാകും. ധനകാര്യ തടസ്സങ്ങൾ ഉണ്ടാവും. പണത്തിന് എപ്പോഴും ബുദ്ധിമുട്ടുകൾ വരിക, കടബാധ്യതകൾ ഉണ്ടാവുക, ധനം വീട്ടിൽ നിലനിൽക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും നിലവിളക്ക് തെളിയിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെ? പലർക്കും പലതരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും, പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഭഗവാനോട് പറയാനുള്ളത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയിലായിരിക്കണം. മത്സ്യമാംസാദികൾ കഴിച്ച ശേഷമാണ് നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം വൈകും എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള ഫലം ലഭിക്കില്ല എന്നുള്ളതാണ്. ഇവയെല്ലാം നേരിട്ട് പാപമാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഊർജത്തിൻ്റെ അസന്തുലിതാവസ്ഥയുടെ ഫലമാണിത്.
അതായത് നമ്മൾ നേരിട്ട് മത്സ്യമാംസാദികൾ കഴിച്ച് നിലവിളക്ക് തെളിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിലവിളക്ക് തെളിയിക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള സത്വഗുണം ആവശ്യമുണ്ട്. തമസിക ഊർജം അധികമായാൽ ആ സത്വഗുണം കുറഞ്ഞു പോകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മത്സ്യം കഴിച്ചതിന് ശേഷം വിളക്ക് തെളിയിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, മത്സ്യമാംസാദികൾ കഴിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനു മുന്നേ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. വീട്ടിൽ നിലവിളക്ക് തെളിയിക്കാതെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലെ? പക്ഷെ ചില കാര്യങ്ങൾ ചെയ്താൽ ജ്യോതിഷപരമായിട്ടുള്ള ദോഷം ഒഴിവാക്കാനായിട്ട് കഴിയും. മത്സ്യം കഴിച്ചതിന് ശേഷം കുളിച്ച് ശരീരശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ മത്സ്യം കഴിച്ച ഉടനെ തന്നെ പോയി കുളിച്ച് ശുദ്ധിയായി വന്ന് നിലവിളക്ക് തെളിയിക്കാൻ നിൽക്കരുത്. കുറഞ്ഞത് ഒരു മണിക്കൂർ സമയമെങ്കിലും കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ശുദ്ധിയായിട്ട് നിലവിളക്ക് തെളിയിക്കുക. അതുപോലെ തന്നെ വായും നല്ല രീതിയിൽ ശുദ്ധിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉപ്പ് ചേർത്ത വെള്ളത്തിൽ വായ കഴുകുന്നത് വളരെ നല്ലതാണ്. അതുപോലെ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയൊരു പ്രാർത്ഥനയാണ്. വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനെ, അജ്ഞാനത്താൽ സംഭവിച്ച പിഴവുകൾ ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം നമുക്ക് വിളക്ക് തെളിയിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നേരിട്ട് പൂജ ചെയ്യാതിരിക്കുക. വലിയ മന്ത്രങ്ങൾ ഒഴിവാക്കുക. ലളിതമായിട്ടുള്ള പ്രാർത്ഥന മാത്രം നടത്തുക. വിളക്ക് തെളിയിക്കാനുള്ള മനോഭാവം, അതായത് കോപത്തോടെ ആവരുത്. ഒരിക്കലും നമ്മൾ വിളക്ക് തെളിയിക്കുന്നത് ശാന്തിയോടെ സമാധാനത്തോടെ ആയിരിക്കണം. ഒരു കാരണവശാലും ദേഷ്യത്തോടെ, അതിപ്പം മറ്റൊരാളോട് ദേഷ്യപ്പെട്ടിട്ടുള്ള ആ ഒരു ഭാവത്തോടു കൂടി വന്ന് വിളക്ക് തെളിയിക്കാതിരിക്കുക. ഇവയെല്ലാം പാലിച്ചാൽ തന്നെ ദോഷങ്ങൾ ഇല്ലാതാകും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മത്സ്യമാംസാദികൾ കഴിച്ച ശേഷം വിളക്ക് തെളിയിക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നിലവിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് പലരും ചെയ്യുന്ന ചില തെറ്റുകളെ കുറിച്ച് ആദ്യം തന്നെ പറയാം. ഒന്നാമതായിട്ട് വിളക്ക് നിലത്ത് വയ്ക്കുന്നതാണ്. രണ്ടാമത് പൊട്ടിയ വിളക്ക് ഉപയോഗിക്കുന്നത്, വിളക്ക് അശുദ്ധമായിട്ട് സൂക്ഷിക്കുന്നത്, പഴയ എണ്ണ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരിക്കൽ കത്തിച്ച തിരി തന്നെ വീണ്ടും ഉപയോഗിക്കുന്നത്, വിളക്ക് വാ കൊണ്ട് ഊതി അണയ്ക്കുന്നത്, ഇതൊക്കെയും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇനി ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത് വിളക്ക് എപ്പോഴും ഉയരത്തിൽ വയ്ക്കണം. ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു തളികയിലോ വേണം നിലവിളക്ക് വയ്ക്കാനായിട്ട്. ഒരു കാരണവശാലും വെറും തറയിൽ നിലവിളക്ക് വയ്ക്കരുത്. എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുക. അതായത് ഒന്നുകിൽ നെയ്യ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുക. ഒരു കാരണവശാലും നമുക്ക് ഇന്ന് ഷോപ്പുകളിൽ നിന്ന് മിക്സഡ് ആയിട്ടുള്ള ഓയിൽസ് ഒക്കെ ലഭിക്കും. അങ്ങനെയുള്ള എണ്ണയിൽ വിളക്ക് തെളിയിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിളക്ക് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ നിലവിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ജ്യോതിഷം പറയുന്നത് കിഴക്ക് ആത്മീയ വളർച്ചയുടെയും, വടക്ക് ധനസമൃദ്ധിയുടെയും, തെക്ക് പിതൃബന്ധത്തിൻ്റെയും, പടിഞ്ഞാറ് മാനസിക ശാന്തിയുടെയും പ്രതീകമാണ് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ കരുതിയിരിക്കുന്നത് ഞാൻ മത്സ്യം കഴിച്ചു അതുകൊണ്ട് ദൈവം എന്നെ ഉപേക്ഷിക്കും എന്നതാണ്. പക്ഷെ സത്യം അതല്ല. ദൈവം നോക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയെയാണ്. ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ദൈവ സാന്നിധ്യത്തെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിലവിളക്ക് തെളിയിക്കുമ്പോൾ ശരീരത്തെക്കാൾ കൂടുതൽ മനസ്സിനെയാണ് നമ്മൾ ശുദ്ധമാക്കേണ്ടത്. അതാണ് ഏറ്റവും വലിയ പൂജ എന്ന് പറയുന്നത്. പല ആളുകളും മത്സ്യമാംസാദികൾ കഴിച്ചു അതുകൊണ്ട് നല്ല രീതിയിൽ കുളിക്കുകയൊക്കെ ചെയ്ത് നിലവിളക്ക് തെളിയിക്കും. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ മുഴുവൻ മറ്റുള്ളവരെ ചതിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം വരുത്തണം എന്നുള്ള ചിന്തയായിരിക്കും. അങ്ങനെ നിങ്ങൾ നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഫലങ്ങളും ലഭിക്കില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിലവിളക്ക് തെളിയിക്കൽ ഒരു ചെറിയ കാര്യമായിട്ട് കാണരുത് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടുമാറ്റുന്ന ഒരു പ്രകാശമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.